ഹായ്, പേൻ ശല്യം ഇത്ര ഭയാനകമായ രീതിയിൽ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടു നോക്കൂ. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. എന്തുകൊണ്ട് പേൻ ഇത്രയധികമായിട്ട് ഒരാളുടെ തലയിൽ കൂടി വരുന്നു? നേരിട്ടുണ്ടാവുന്ന സമ്പർക്കം, അതായത് പേനുള്ള ആളുകളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം മൂലം, അതുപോലെ തന്നെ നമ്മുടെ തോർത്തുമുണ്ടുകൾ, തലയിണകളൊക്കെ പങ്കുവെക്കുന്നത് വഴി, അതുപോലെ നമ്മുടെ സ്കാൽപ്പ് പ്രോപ്പറായിട്ട് നമ്മൾ വൃത്തിയാക്കാത്തത് വഴിയൊക്കെയാണ് കൂടുതലായിട്ടും പേൻ ശല്യം കണ്ടുവരുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, തലയിൽ നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുക, അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ള നിറത്തിലുള്ള തലയിലും മുടിയിലുമായിട്ട് ധാരാളമായിട്ട് കാണപ്പെടുക, ചർമ്മത്തിൽ ചെറിയ ചുവന്ന പാടുകൾ കാണപ്പെടുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. നമുക്കിതിനെ പ്രകൃതിദത്തമായ രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് തലയിൽ മസാജ് ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഷാമ്പു വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കിത് തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെള്ളത്തോടൊപ്പം വിനാഗിരി കലക്കി തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുകയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ട സഹിതം നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ചില പ്രത്യേക അവസ്ഥയിൽ, ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെയുള്ള അവസ്ഥകളിൽ നമുക്ക് ഇതുകൊണ്ടൊന്നും വലിയ ഫലം ഉണ്ടാവത്തില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമായിട്ട് വരും. ലൈസ് ഷാംപൂസ് നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. മോസ്ലിൻ, പെർമെത്രിൻ എന്നിവ അടങ്ങിയിട്ടുള്ള നമ്മളുടെ ഷാംപൂസ് നമുക്ക് കിട്ടാനുണ്ട്. അതുപോലെ തന്നെ ലൈസ് കോമ്പുണ്ട്. അതിൻ്റെ എഗ്ഗ് സഹിതം നമുക്ക് പേനിനെ പിടിക്കാൻ പറ്റുന്ന ലൈസ് കോമ്പുകളും ഉണ്ട്. എന്നാൽ ചില പ്രത്യേക അവസ്ഥകളിൽ ഒരു ഡോക്ടറുടെ സേവനവും ആവശ്യമായിട്ട് വന്നേക്കാം. ചിലപ്പോൾ ഇത് വല്ലാണ്ട് വ്രണമായും പസ് ഫോമിംഗ് ആയിട്ടും ഒക്കെ കാണപ്പെടുന്ന ഒരവസ്ഥയിൽ ഡോക്ടറുടെ സേവനവും നമുക്ക് തേടാവുന്നതാണ്. ഇനി ഇത് തടയാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തലമുടി നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകി ഷാമ്പു വാഷ് ചെയ്ത് കണ്ടീഷണർ ഇട്ട് സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തലയിണകൾ, നമ്മളുടെ ടവലുകളൊക്കെ മറ്റുള്ളവരുമായിട്ട് പരമാവധി ഷെയർ ചെയ്യാതിരിക്കുക. സ്കൂളിൽ കുട്ടികൾ ഇടപെടുന്ന മറ്റു കുട്ടികളെയൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നതും നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ പേനിൻ്റെ ഒരു ജീവിതശൈലി കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഒരു പേനിന് ഏതാണ്ട് 30 ദിവസം വരെയാണ് ആയുസുള്ളത്. മുട്ടകൾ ഒരു 7-10 ദിവസത്തിനകം വളർന്ന് ഒരു പൂർണ്ണ രൂപത്തിലുള്ള ഒരു പേനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ 9-12 ദിവസത്തിനുള്ളിൽ അത് പൂർണ്ണ വളർച്ച എത്തുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം തന്നെ 6-7 മുട്ട വരെ ഇടാനായിട്ട് സാധിക്കുന്ന ഒരു ജീവിയാണ് ഈ പേൻ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മൾട്ടിപ്പിൾ ചെയ്യുകയും തല നിറഞ്ഞു ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇത് ചെറുതായിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ ഇതിനു വേണ്ടി എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു പോയാൽ ഒരു ക്രോണിക് അവസ്ഥ ഉണ്ടാകാതെ നമുക്കിത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഭയങ്കരമായ ഒരവസ്ഥയാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ക്രോണിക്കാണ് ഈ അവസ്ഥയെന്ന്. അപ്പോൾ ഭയങ്കര സ്മെല്ലും പസ് ഫോമിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ മോള് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടുള്ളത്. അപ്പം ഇതുപോലെ ഒരു അവസ്ഥ മറ്റുള്ളവർക്ക് ഉണ്ടാവാതിരിക്കാനും, അതല്ല ഇങ്ങനെ ചെറുതായിട്ട് രീതിയിലെങ്കിലും കാണുമ്പോൾ തന്നെ അതിന് വേണ്ടുന്ന റെമഡികൾ സ്വീകരിക്കാനായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്നുള്ള വിചാരത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.